ഹലോ, നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലേ യുദ്ധഭൂമിയിൽ ഇതേതൊരു പുതിയ പഠനമെന്ന്. ഐ എം സാൻഡി. ഇതെൻ്റെ ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണ്. ഞാനങ്ങനെ അത്ര വലിയ കാര്യങ്ങളൊന്നും അല്ല ഇതിൽ ഷെയർ ചെയ്യുന്നത്. എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ എനിക്കൊത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കുഞ്ഞു യാത്രകൾ, ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ. അങ്ങനെയുള്ളൊരു യാത്രയിലാട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് ലീവാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് വരാം. അപ്പോൾ അവരാ പറഞ്ഞത് ഈ കുറഞ്ഞ ടൈമിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം പിറവത്തുള്ള അരീക്കൽ വാട്ടർഫാൾസാണ്. അപ്പോൾ ഞാനാണ് ഇവിടെ പോയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി, എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണിത്. അങ്ങനെ നമ്മളിവിടെ എത്തി. നമ്മൾ നേരെ കാലെടുത്ത് വെച്ച ചെളിയിലേക്കാണ്. പക്ഷെ അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. ഇതാട്ടോ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. 50 രൂപയാണ് പാർക്കിംഗ് ഫീസ് വരുന്നത്. ഇതേ ആ കാണുന്ന ആട്ടോ ടിക്കറ്റ് കൗണ്ടർ. അവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അതിന് ശേഷമാണ് ഉള്ളിലേക്ക് പോകുന്നത്. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇന്ന് സൺഡേ ആയിട്ടും ടിക്കറ്റ് കൗണ്ടറിന് അവിടെ അധികം തിരക്കൊന്നുമില്ല. നമുക്കും പോയി ടിക്കറ്റ് എടുക്കാം. അങ്ങനെ നമ്മുടെ ടിക്കറ്റ് കിട്ടി. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഈ എൻട്രൻസിൽ നിൽക്കുന്ന ചേട്ടന്മാരെ നമ്മുടെ ടിക്കറ്റ് കാണിച്ചാൽ നമുക്ക് അകത്തേക്ക് പോകാം. ചേട്ടന്മാരെ ടിക്കറ്റ് മേടിച്ച് വെക്കത്തൊന്നുമില്ല. അവർ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മുടെ കയ്യിലേക്ക് തന്നെ അത് തിരിച്ചു തരും കേട്ടോ. ഈ കാണുന്ന സ്റ്റെപ്സ് എല്ലാം ഇറങ്ങി വേണം നമ്മൾ നമ്മുടെ വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്താനായിട്ട്. കുറച്ചധികം സ്റ്റെപ്സ് ഇറങ്ങാനുണ്ട്. മഴയൊക്കെ ആയിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് തെന്നിയൊക്കെ കിടക്കുന്നത്. ഞാൻ ഈ അങ്ങാടിയിൽ ഇറങ്ങിയ പോലെ നടന്ന് ചെറുതായിട്ടൊന്ന് തെന്നിയായിരുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ വരുമ്പോൾ സൂക്ഷിച്ച് നടക്കണം കേട്ടോ. ഞാൻ കുറച്ച് നേരമായി സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ കഴിയുമെന്ന് വെച്ചിട്ട് ഇതാണ് കഴിയുന്നുമില്ല. കാണുന്നതാണ് നമ്മുടെ അരീക്കൽ വാട്ടർഫാൾസ്. ഇനി കുറച്ചും കൂടിയുള്ള അങ്ങോട്ടേക്ക് എത്താനായിട്ട്. ചേട്ടന്മാർ കാര്യമായിട്ട് എന്തോ ചർച്ചയിലായതുകൊണ്ട് ഞാൻ അവരെ ശല്യം ചെയ്യാണ്ടത് ഇങ്ങനെയൊന്ന് വഴി മാറി നടന്നു. താഴേക്ക് നോക്കിയപ്പോഴാണ് കണ്ടത് ഒരു പള്ളിപ്പെരുന്നാളിനുള്ള ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. എൻട്രൻസിൻ്റെ അവിടെ വെച്ചിട്ടാണ്. എനിക്കൊരു പരാതി ഉണ്ടായിരുന്നേ. സൺഡേ ആയിട്ട് അധികം ആളൊന്നും അല്ലല്ലോ, ഇതിപ്പം അങ്ങനെ ആൾക്കാരൊന്നും വരുന്ന സ്ഥലമല്ലായിരിക്കും എന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ എൻ്റെ ആ പരാതി അങ്ങ് തീർന്നു കിട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചോ, പലതരത്തിലാട്ടോ ആളുകൾ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നത്. ചിലരാണത് ഇവിടെ നിന്നിട്ട് ഇനി നോക്കി കണ്ട് ആസ്വദിക്കുന്നു. ചിലരാണെങ്കിൽ ഇറങ്ങി എന്നാൽ ഇറങ്ങിയില്ല എന്നും പറഞ്ഞിട്ട് നിൽക്കുന്നു. ചിലരാണ് അതിൻ്റെ അകത്ത് കിടന്ന് അർമാദിക്കുക. ഞാൻ വന്നത് കണ്ടാസ്വദിക്കാനാണ്. അതെന്താണെന്നറിയോ, അങ്ങ് കണ്ണൂരിലെ മഴ പെയ്താൽ ഇവിടെ ഇരിക്കുന്ന എനിക്ക് പനി വരും. എന്നാണെന്നറിയത്തില്ല, കൊറോണയ്ക്ക് ശേഷം പനിക്കും കോൾഡിനും ഒക്കെ എന്നോട് പെരുത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് അവർ മാസത്തിലൊന്നെങ്കിലും വന്ന് എൻ്റെ സുഖവിവരമൊക്കെ അന്വേഷിച്ചിട്ടേ പോകത്തുള്ളൂ. ഇവിടെ നിൽക്കുന്ന മിക്ക ആളുകളെ ഞാൻ ശ്രദ്ധിച്ചേ. അവരെത്രത്തോളം ഈ ഒരു പ്ലേസ് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അവരുടെ മുഖത്തെ ആ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കറിയാം. നമ്മൾ ഈ പ്ലേസ് എൻജോയ് ചെയ്യുന്നത് മാത്രമല്ല, ഇത്രയും ആൾക്കാർ ഇങ്ങനെ സന്തോഷത്തോടെ എൻജോയ് ചെയ്യുന്നത് കാണുന്നത് തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. കരയിൽ നിന്ന് വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിക്കാൻ വന്ന ഞാനാണ് ഈ ഇറങ്ങിപ്പോകുന്നത്. ഇത്രയും ആൾക്കാർ വെള്ളത്തിൽ കിടന്ന് കുത്തിമറിയുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവരാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാനല്ലേ, പിന്നെ നീ എന്നാ കാണിക്കാനാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞ് എന്നെ അങ്ങ് അപമാനിക്കുക. കുറേ നേരം ഞാൻ പിടിച്ചു നിന്നു. അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി. പിന്നെ ഒന്നും ചിന്തിക്കാൻ വേണ്ടി നിന്നില്ല. കുറേ നേരം പിന്നെ അതിൽ കിടന്ന ചലം കളിച്ചു. ആദ്യം എനിക്ക് ഇറങ്ങാനായിരുന്നു കേട്ടോ മടി. ഇപ്പം എനിക്ക് കയറാനാ മടി. അങ്ങനെ വെള്ളത്തിലെ കുത്തിമറിയലൊക്കെ കഴിഞ്ഞ് ചെവിവേദനയൊക്കെ പിടിപ്പിച്ച് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഓക്കെ, ബായ്.